ഇറാനിലെ രാഷ്ട്രീയ അനിശ്ചിതത്വവും ഖമനേയിയുടെ അന്ത്യവിശ്രമവും ഇറാൻ രാഷ്ട്രീയ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കാൻ സാധിക്കാത്തത് ഭരണകൂടം നേരിടുന്ന കടുത്ത സുരക്ഷാ വെല്ലുവിളികളെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുരാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണ ഭീഷണിയും ആഭ്യന്തര പ്രക്ഷോഭങ്ങളും ഒരുപോലെ ഭയക്കുന്ന അധികൃതർ ഒരു പൊതുചടങ്ങ് നടത്തുന്നതിലെ അപകട സാധ്യതകൾ ഗൗരവമായി വിലയിരുത്തുന്നുണ്ട്. US-ഇസ്രായേൽ സഖ്യത്തിന്റെ വ്യോമാക്രമണങ്ങൾ സൃഷ്ടിച്ച ഭീതിയും താൽക്കാലിക വെടിനിർത്തലിന്റെ അസ്ഥിരതയും ഇറാനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. മഷ്ഹദിലെ ഇമാം റസ മസ്ജിദിന് സമീപം അന്ത്യവിശ്രമത്തിന് സൗകര്യമൊരുക്കാൻ ആലോചനയുണ്ടെങ്കിലും ജനലക്ഷങ്ങൾ തടിച്ചുകൂടുന്ന ചടങ്ങുകൾ നിയന്ത്രണ വിധേയമാകുമോ എന്ന ആശങ്കയും ഭരണകൂടത്തിനുണ്ട്. പതിവ് രീതികളിൽ നിന്നുള്ള ഈ മാറ്റം ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിട്ട് 7 ആഴ്ചകൾക്ക് ശേഷവും അദ്ദേഹത്തിന്റെ സംസ്കാരം തീരുമാനിച്ചിട്ടില്ല എന്നത് പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. വലിയ പൊതുസംസ്കാര ചടങ്ങുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ഇറാനിയൻ അധികൃതർ വിലയിരുത്തുന്നു. പ്രത്യേകിച്ച് ഇസ്രായേൽ-US ആക്രമണങ്ങളുടെ ഭീഷണി, ബഹുജന ഒത്തുചേരലുകളിൽ സംഘർഷ സാധ്യത എന്നിവയൊക്കെയാണ് സംസ്കാര ചടങ്ങുകൾ വൈകുന്നതിനുള്ള പ്രധാന കാരണം. നിലവിലെ സാഹചര്യങ്ങളിൽ സംസ്കാര ചടങ്ങുകളുമായി മുന്നോട്ടു പോകാൻ ഭരണകൂടം വിമുഖത കാണിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഫെബ്രുവരി 28-ന് US-ഇസ്രായേൽ സംയുക്തമായി വ്യോമാക്രമണത്തിലാണ് ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത്. ഇറാനിലെ നിലവിലുള്ള പാരമ്പര്യങ്ങളിൽ നിന്നുള്ള അസാധാരണമായ വ്യതിചലനമാണ് ഭൗതിക ശരീരം സംസ്കരിക്കാത്തതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ആഭ്യന്തര വിയോജിപ്പിനെയും വിവര നിയന്ത്രണത്തെയും കുറിച്ചുള്ള ആശങ്കകളും നിലനിൽക്കുന്നതാണ്. ഏതെങ്കിലും പൊതുചടങ്ങിൽ പ്രതിഷേധങ്ങളോ പ്രത്യാഘാതങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത അധികൃതർ തള്ളിക്കളയുന്നില്ല. 1989-ൽ ടെഹ്റാനിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയ ചടങ്ങിലാണ് മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള റുഹല്ല മുസവി ഖമനേയിയുടെ സംസ്കാര ചടങ്ങ് ഭരണകൂടം നടത്തിയത്. അന്ന് കാലതാമസമില്ലാതെയായിരുന്നു കാര്യങ്ങൾ നടത്തിയത്. ആഴ്ചകളായി വ്യോമാക്രമണങ്ങളും അസ്ഥിരതയുമാണ് ഇറാനിലുള്ളത്. ആയത്തുള്ള അലി ഖമനേയിയുടെ മരണത്തെ തുടർന്ന് വിപുലമായ പൊതുയോഗങ്ങൾ ഇറാനിൽ കാര്യമായിട്ട് നടന്നിട്ടില്ല. വടക്ക് കിഴക്കൻ ഇറാനിലെ ഖമനേയിയുടെ ജന്മനാടായ മഷ്ഹദിനെ ശ്മശാന സ്ഥലമായി ഇറാനിയൻ അധികൃതർ പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇമാം റസ ആരാധനാലയം ഇവിടെയാണ്. ആരാധനാലയത്തിന് സമീപം ഖമനേയിയെ അടക്കം ചെയ്യുന്നതാണ് ആലോചിക്കുന്നത്. US-ഇസ്രായേൽ ആക്രമണങ്ങൾ ശക്തമായതോടുകൂടി 3 ദിവസത്തെ ഔദ്യോഗിക ശവസംസ്കാരത്തിനുള്ള പ്രാരംഭ പദ്ധതികൾ ഉപേക്ഷിച്ചതായി നേരത്തെ ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്ഭുതപൂർവമായ പൊതുപങ്കാളിത്തം പ്രതീക്ഷിച്ചാണ് കാലതാമസത്തിന് കാരണമെന്ന് അധികൃതർ പിന്നീട് പറഞ്ഞത്. പക്ഷെ തീയതിയൊന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഏപ്രിൽ 8-ന് ഒപ്പുവെച്ച US-ഉം ഇറാനും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ ദുർബലമായി തുടരുകയും ഈ ആഴ്ച അവസാനിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അനിശ്ചിതത്വം തുടരുന്നത്. സാധാരണഗതിയിൽ മതനേതാക്കളുടെ സംസ്കാരം ഉടനടി നടത്താറുണ്ടെങ്കിലും നിലവിലെ യുദ്ധസമാനമായ സാഹചര്യം എല്ലാ കീഴ്വഴക്കങ്ങളെയും മാറ്റിമറിച്ചു. വ്യോമാക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ വിപുലമായ ഔദ്യോഗിക ചടങ്ങുകൾ ഇസ്രായേലിന് എളുപ്പത്തിലുള്ള ലക്ഷ്യമായി മാറുമോ എന്ന ഭയം അധികൃതർക്കുണ്ട്. ഇത് വെറുമൊരു മരണാനന്തര ചടങ്ങ് എന്നതിനപ്പുറം രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെയും അഭിമാനത്തിന്റെയും ഒക്കെ പ്രശ്നമായി മാറിയിരിക്കുന്നു. കൂടാതെ രാജ്യത്തിനകത്തുള്ള ഭരണവികാരവും അധികൃതരെ അലട്ടുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുചേരുന്ന ഒരു വേദി പ്രതിഷേധങ്ങൾക്കോ അക്രമാസക്തമായ പ്രകടനങ്ങൾക്കോ വഴിവെച്ചാൽ അത് ഭരണകൂടത്തിന്റെ അടിത്തറ തന്നെ ഒരുപക്ഷെ ഇളക്കിയേക്കാം. ചരിത്രപരമായ പാരമ്പര്യങ്ങളിൽ നിന്നുള്ള ഈ വിട്ടുപോകൽ ഇറാന്റെ ഭാവി നിർണ്ണയിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കും. സമാധാനപരമായ ഒരു യാത്രയയപ്പ് സാധ്യമാകുമോ അതോ ഇത് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നയിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. ഇറാന്റെ പരമാധികാരവും ആഭ്യന്തര സുരക്ഷയും പരീക്ഷിക്കപ്പെടുന്ന നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇറാൻ എന്ന രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് പശ്ചിമേഷ്യ സംഘർഷഭരിതമായത്. അവിടെ നിന്ന് അങ്ങോട്ടാണ് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത്. ഇറാനും അമേരിക്കയുമാണ് യുദ്ധം നടത്തുന്നതെങ്കിലും അതിന്റെ അലയൊലികൾ ലോകം മുഴുവൻ കേട്ടു. താൽക്കാലിക വെടിനിർത്തൽ ദുർബലമായി തുടരുന്ന ഈ സാഹചര്യത്തിൽ ഇനി എന്താണെന്നാണ് ലോകവും ഉറ്റുനോക്കുന്നത്.